ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ വീഡിയോയിലെ ഇൻട്രോ ഒക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്, അതിനുള്ള കാരണം എന്താണെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മുകളിൽ നനച്ചുള്ളിപ്പണി എടുക്കാം കേട്ടോ. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോക്കാം. അപ്പോൾ ഞാൻ രാവിലെ ചായയോടെയൊക്കെ കഴിഞ്ഞിട്ട് മൊബൈലൊക്കെ നോക്കി കുറേ നേരം ഇരുന്നു കേട്ടോ. ഞാനന്ന് സത്യം പറഞ്ഞാൽ നനച്ചുള്ളിപ്പണി എടുക്കാനൊന്നും ചെയ്യാനൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ എണീറ്റപ്പോഴേ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യാമെന്നുള്ളതിലങ്ങനെ. അപ്പോൾ ചായയുടെയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അനിയത്തിക്ക് വിളിച്ചു. പിന്നെ കുറേ നേരം സംസാരിച്ചു. ഞാൻ എപ്പോഴും എന്ത് സങ്കടവും സന്തോഷമൊക്കെ വരുമ്പോൾ വിളിക്കുന്ന ആളാണ് കേട്ടോ അനിയത്തി. അപ്പോൾ അവൾക്ക് വിളിച്ച് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. പിന്നെ ഇങ്ങനെ ഇരുന്നു ഒരു ബോറടി. പിന്നെ ഉച്ചക്കിലേക്കുള്ള ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനില്ല കേട്ടോ. മക്കളും കുഞ്ഞിനെയൊന്നുമില്ല. പിന്നെ എനിക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ എന്തിനാ അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കണം, നമുക്ക് പിന്നെ മേലെ അങ്ങോട്ട് നനച്ചുള്ളിപ്പണി അങ്ങോട്ട് ചെയ്താലോ, നമുക്കൊരു ഞാൻ പറഞ്ഞ പോലെ ഒരു മൂഡ് ഇൻട്രസ്റ്റ് ഒക്കെ വരാണ്ടല്ലോ. അപ്പോൾ ഒരു മൂഡ് വന്നപ്പോൾ ഞാൻ ചെയ്യാൻ നിന്നാട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ചായ കുടിച്ച പാത്രങ്ങളൊന്നും ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ ഞാൻ അങ്ങനെ സിങ്കിലിട്ടതായിരുന്നു. പിന്നെ എല്ലാം ചടപടേന്നുള്ളതിലായിരുന്നു കേട്ടോ. ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ടിട്ട് വേണം പിന്നെ നമുക്ക് നനച്ചുള്ളിപ്പണി തുടങ്ങാനായിട്ട്. അപ്പം പിന്നെ പാത്രം കഴുകലും പിന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പ് തുടക്കലും അതേപോലെ തന്നെ നമ്മളെ അകത്ത് പിന്നെ ബെഡ്റൂമുകൾ ക്ലീൻ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ നനച്ചുള്ളിപ്പണി വെച്ചിട്ട് മേലേക്ക് കയറണമായിട്ടാണ് അങ്ങനെ. അപ്പം മുകളിൽ നമുക്ക് പിന്നെ ബെഡ്റൂം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു സെപ്പറേറ്റ് 2 ഹാള് പോലെ ഇങ്ങനെ ചെയ്തിട്ടെന്നുള്ളൂ. ബെഡ്റൂമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ വല്ലാതെ ഇങ്ങോട്ട് ക്ലീനിങ് പരിപാടിയൊന്നും ഇല്ലെങ്കിലും എന്നാലും പണിയുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥ കേട്ടോ. ഈ മേലത്തെ സ്റ്റെയറിൻ്റെ പൈപ്പ് കാര്യങ്ങളൊക്കെ തുടച്ചെടുക്കാനാണ്, അതാണ് ഒരു ടാസ്ക്കുള്ള പണി. പിന്നെ അല്ലാതെ പിന്നെ കട്ടിലേ ബെഡ് നീക്കി തുടക്കുക അങ്ങനത്തെ കാര്യങ്ങളേ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് കഴിയൊക്കെ ചെയ്യും. പെട്ടെന്ന് കഴിയും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് തുടയ്ക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പണി, അത്രേ ഉള്ളൂ. നമ്മൾ താഴ്ന്ന് സ്റ്റെയർ കയറി കഴിഞ്ഞ് ചെറിയൊരു ഹാളാണ്. അവിടുന്ന് 2 സ്റ്റെപ്പ് കയറി കഴിഞ്ഞതിന് ശേഷമാണ് മുകളിലത്തെ ഹാളിലേക്ക് കയറുന്നത്. അങ്ങനെ അവിടെ നിന്നാണ് പിന്നെ സിറ്റ് ഔട്ടിലേക്കുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ മേലെതാ ഡോറൊക്കെ തുറന്നിടും. സിറ്റ് ഔട്ട് ഞാൻ ചെയ്യാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ അന്ന് നമ്മൾ ഈ സ്റ്റെയറും കാര്യങ്ങളൊക്കെ തുടച്ച് വരുമ്പോൾ തന്നെ ഞാൻ നല്ല ടയർഡായി. പിന്നെ ഞാൻ സിറ്റ് ഔട്ട് ചെയ്യാൻ നിന്നിട്ടില്ല കേട്ടോ. പിന്നെ ചെയ്യാമെന്നുള്ളതിൽ അങ്ങനെ ഇട്ടു. ഇനിയിപ്പോൾ ഞാൻ മാറാലൊക്കെ ഒന്ന് തട്ടലാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മാറാല തട്ടുമ്പോൾ 2 മാറാലക്കൊള്ളി കേട്ടോ യൂസ് ചെയ്യണേ. ഒന്ന് നമ്മൾ ആദ്യം മാറാല തട്ടുന്ന സംഭവമില്ല, നമ്മൾ സാധാ മാറാല തട്ടുന്ന അതായിട്ട് ഞാൻ നല്ലൊന്ന് മാറാലൊക്കെ തട്ടിയെടുത്തതിന് ശേഷം പിന്നെ ഇപ്പോൾ ഒരു ക്ലോത്ത് വെച്ചിട്ടുള്ള ഒരു മാറാലക്കൊള്ളില്ലേ, അത് വെച്ച് ഞാൻ നല്ലൊന്ന് ചുമരും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കണ പോലെ ചെയ്തെടുക്കട്ടെ ചെയ്യണത്. അത് ഞാൻ ഇതുപോലെ നല്ല മാറാലൊക്കെ തട്ടിയതിന് ശേഷം ഇതുപോലെ ഞാൻ ചെയ്തെടുക്കും. അപ്പോൾ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ പിന്നെ നല്ലൊരു ക്ലോത്ത് പോലെയാണല്ലോ അതിൻ്റെത്. അപ്പോൾ അതിലിങ്ങോട്ട് പോരും അങ്ങനെ. അപ്പോൾ നല്ല ചുമരൊക്കെ നല്ല ക്ലീൻ ആയി കിട്ടിട്ട് അങ്ങനെ അപ്പോൾ ചെയ്യണത്. മാറാല തട്ടൽ കഴിഞ്ഞ ശേഷം നമ്മൾ പൈപ്പില്ലേ, ആ പൈപ്പിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ ചൂല് വെച്ചിട്ട് നല്ലൊന്ന് തട്ടിയെടുക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ചെറിയ മാറാല അങ്ങനെ വെക്കും. അത് നമ്മൾ മാറാലക്കൊള്ളിട്ട് തട്ടിയാൽ അങ്ങനെ പോകുന്നില്ല കേട്ടോ. അപ്പോൾ അത് ചൂല് വെച്ചിട്ട് തന്നെ തട്ടിയെടുക്കണം. അപ്പോൾ അതുപോലെ ഞാൻ ഫുള്ളായിട്ട് അങ്ങനെ തട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ ചെറിയ മാറാലകളൊക്കെ ഉണ്ടാവും. ഒക്കെ ഞാൻ ചൂല് തട്ടിയിട്ട് പിന്നെ നല്ല പൊടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പൊടിയൊക്കെ നമ്മൾ ചൂലായിട്ടൊന്ന് നല്ല തട്ടിയെടുക്കണമെങ്കിൽ നമുക്ക് തുടച്ചെടുക്കാൻ അത്ര തന്നെ പിന്നെ പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചൂല് വെച്ചിട്ട് തന്നെ നല്ല തട്ടിയെടുക്കാം കേട്ടോ. ഈ പൈപ്പുമ്പോൾ തട്ടുന്ന പൊടിയും കാര്യങ്ങളൊക്കെ താഴെ നമ്മളെ ലിവിങ്ങുക്കും ഡൈനിങ് ഹാൾക്കും അങ്ങനെയൊക്കെ കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പണി നമ്മൾ തുടക്കലും ക്ലീനാക്കലും കഴിയാതെ നമുക്ക് താഴെ ഡൈനിങ് ഹാളൊന്നും തുടയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ തുടച്ചിടാം. ഞാൻ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഞാൻ തുടച്ചിട്ടു. താഴെ ഡൈനിങ് ഹാൾ നമുക്ക് തുടക്കാൻ പറ്റില്ല, ഇവിടുത്തെ കഴിയാതെ തുടക്കാൻ പറ്റില്ല. ഇനിയിപ്പം മാറാല തട്ടലും പൊടി തട്ടലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മേലത്തെ ഹാളും താഴെയൊക്കെ ആയിട്ട് നല്ലൊന്ന് അടിച്ച് വാരി എടുക്കാം കേട്ടോ. അടിച്ച് വാരുമ്പോഴും നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ നല്ല ക്ലീനാക്കി അടിച്ച് വാരി എടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ ജനലും വാതിലൊക്കെ തുടക്കുകയാണ് കേട്ടോ. അപ്പോൾ തുടക്കുകയാണ് നമ്മൾ വെള്ളം എടുക്കണേ. നമ്മൾ ഓപ്പൺ ടെറസ് ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ ആദ്യം മെഷീൻ ഇട്ടിട്ടുണ്ട്, വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പുറത്ത് കിച്ചണായപ്പോൾ പിന്നെ അങ്ങോട്ട് മാറ്റി അവിടുന്ന് വെള്ളം എടുത്തിട്ടാണ് ഞാനിപ്പോൾ തുടക്കിയിട്ട്. നമ്മൾ മേലുള്ള ബാത്റൂം പിന്നെ ടാപ്പും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കലൊന്നുമില്ല. അപ്പോൾ അവിടെ പിന്നെ ടാപ്പും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അവിടെ പിന്നെ കുറേ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അധികം ഉപയോഗിക്കില്ല. പിന്നെ നമ്മൾ ഈ തുടച്ച് വെള്ളം ഞാൻ പിന്നെ ടെറസിൻ്റെ മേലെ കട്ടാ ചെയ്യണത്. പിന്നെ നമ്മൾ സിറ്റൗട്ടിൻ്റെ അപ്പുറത്തും പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം എടുക്കാനായിട്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഞാനിതാ ജനലും വാതിലുകളൊക്കെ തുടക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ പറഗോളൻ്റെ ഉള്ളൊക്കെ ഒന്ന് നല്ല തുടയ്ക്കാണ്ട് കേട്ടോ. ഗ്ലാസ്സിലൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അങ്ങനെ ജനലുകളും വാതിലുകളും എല്ലാം തുടക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ മെയിൻ ഐറ്റമായ പൈപ്പ് തുടക്കാനുള്ളത്. അപ്പോൾ പൈപ്പ് തുടക്കാൻ വെച്ചാൽ സിമ്പിളാണ്. നമുക്ക് പിന്നെ ചെറിയ കള്ളി അങ്ങനെ ആയിട്ടൊന്നുമല്ലല്ലോ, വലിയ വലിയ പൈപ്പല്ലേ. അപ്പോൾ തുടച്ചെടുക്കാനൊക്കെ പണിയാണ്, പക്ഷേ കുറച്ചൊരു ടാസ്ക്കുമാണ്. അങ്ങനെ അപ്പോൾ നമ്മൾ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ല, നമ്മളെ ഇൻട്രോ ഒന്ന് ഞാൻ മാറ്റി പിടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അത് മാറ്റി പിടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ, ഏത് വീഡിയോ ഒന്നും എനിക്ക് ഓർമ്മയില്ല, ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും പറയും, നമസ്കാരം പറയില്ല, മതത്തിനെ പറ്റിയുള്ള ഒരു കമൻറ്റ്. പിന്നെ മുസ്ലിങ്ങൾ മാത്രമാണോ വീഡിയോ കാണണമെന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് അത് ഒരു വല്ലാതെ ഫീൽ ചെയ്തു കേട്ടോ. കാരണം നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ ഒരു മതത്തിൽ അല്ലെങ്കിൽ നമ്മളെ മതത്തിൽപ്പെട്ട ഒരു മാത്രം കാണണം എന്നുള്ളതിലല്ലല്ലോ നമ്മൾ വീഡിയോ ഇടുന്നത്. പിന്നെ നമ്മൾ അസ്സലാമു അലൈക്കും പറയുന്നത് നമ്മളെ അതൊരു ശീലമാണ്. നമ്മൾ ഒരു ആളെ കാണുമ്പോൾ നമ്മൾ അഭിസംബോധന ചെയ്യാണ്, സലാം പറഞ്ഞിങ്ങാണ്ട് നമ്മൾ തുടങ്ങുകയാണ്. അങ്ങനെയുള്ളതിൽ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ വീഡിയോക്ക് സലാം പറയുന്നത്. അത് ആ ചിന്തയിൽ ഓരോരുത്തർ ചിന്തിച്ചിട്ടാണ്, പിന്നെ മതം നോക്കിയിട്ടാണ് സലാം പറയുന്നതെന്നൊക്കെ ഉള്ള ഒരു കമൻറ്റ് വന്നു കേട്ടോ. ആ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി സത്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ വീഡിയോ കാണുന്നത് എല്ലാ മതസ്ഥരും കാണുന്നുണ്ടല്ലോ. അപ്പോൾ സലാം മാത്രം പറയണ്ട എന്നുള്ളതിലാണ് നമസ്കാരം വെച്ച് ഞാൻ പിന്നെ ഇൻട്രോ ചെയ്യാന്നുള്ളതിലിട്ടാം. അങ്ങനെയാണ്. അല്ലാതെ ഞാൻ ഒരു മതം മാത്രം, നമ്മളെ മതത്തിലുള്ളവർക്ക് മാത്രമായിട്ടുള്ള വീഡിയോ ചെയ്യണം. നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാ മതസ്ഥരും കാണുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ മതം വെച്ചിട്ട് നമ്മൾ അളന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ പിന്നെ സലാം പറയാം, നമസ്കാരം പറയാം, അങ്ങനെ ഉള്ളതിലായിട്ടാണ് പിന്നെ ഞാൻ ഇൻട്രോ ഒക്കെ ഒന്ന് മാറ്റി പിടിച്ചത്. ഇനിയിപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനിപ്പോൾ പറഞ്ഞ കമൻറ്റില്ലേ, ആ കമൻറ്റ് നമ്മളെ വീഡിയോ ഒക്കെ വന്നിട്ട് ഒരു 3-4 ദിവസം ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോക്ക് സൗണ്ട് കൊടുക്കാനിരിക്കണ ടൈം വരെ ആ കമൻറ്റ് നമ്മളെ വീഡിയോയിലുണ്ടായിരുന്നു. ഇതിനിടയിൽ ഞാൻ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ. അപ്പോൾ ഡിലീറ്റ് ചെയ്ത് അവർക്ക് എന്തോ തോന്നിയിട്ടാവും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഞാൻ നമ്മളെ വീഡിയോയിൽ ഉള്ള കാര്യം പറഞ്ഞ് ഞാനത് പിന്നെ മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ആ കമൻറ്റ് ഇട്ട ആൾ കമൻറ്റ് ഇട്ട ആൾ കമൻറ്റ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അത് എന്താ ഉദ്ദേശിച്ച എന്തോ മനസ്സിലെന്തോ തോന്നിയിട്ടാവും ഡിലീറ്റ് ആക്കിയിട്ടുണ്ടാവുക. അങ്ങനെ ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ നനച്ചുള്ളി പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം മേലൊക്കെ തുടച്ച് ക്ലീനാക്കിയിട്ടുണ്ട് കേട്ടോ. 3-4 പ്രാവശ്യം തന്നെ വെള്ളം മാറ്റി ഞാൻ തുടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റെയർ കേസിലെ നമ്മളെ പൈപ്പിൽ അത് ഇപ്പോൾ ലാസ്റ്റാണ് ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നത്. അതും പിന്നെ സ്റ്റെപ്പും ഒക്കെ തുടച്ച് ഞാൻ ക്ലീനാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ബത്തക്കും പിന്നെ അതുപോലെ തന്നെ പപ്പായൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴിച്ചു. പിന്നെ ഫോണിൽ ചാർജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാർജ് ചെയ്യാൻ വെച്ചപ്പോൾ ഞാൻ 10-15 മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ താഴെ തുടക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മൾ ഇന്നത്തെ ക്ലീനിങ് വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യട്ടെ വീഡിയോക്ക്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബായ്.